കുറേ നാളായിട്ട് പോങ്ങുമൂട് ജനശക്തി നഗറിൽ ചന്തയ്ക്ക് വേണ്ടി മാറ്റിയിട്ടിരുന്ന സ്ഥലം, പോങ്ങുമൂട് പൊതു ചന്തയ്ക്ക് വേണ്ടി മാറ്റിയിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. അത് അവിടെ ഒരു വലിയ കുളമായിരുന്നു. ആ കുളത്തിൽ 1990 90,000 രൂപയുടെ മണലിട്ട് ഉള്ളൂർ സോണൽ ഓഫീസ് നികത്തിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരാൾ അവിടെ കുറച്ച് സ്ഥലം, ഒരു 9.5 സെൻറ്റോളം സ്ഥലം കയ്യേറി പെട്ടെന്ന് പട്ടയം അയാളെ ഭാര്യയുടെ പേര് പിടിച്ചിട്ട് അത് മറിച്ച് വിറ്റ് പണമാക്കി. ശേഷം ബാക്കിയുള്ളതിൽ കയ്യേറി അയാൾ ഓലപ്പെരയും കെട്ടി കിടന്നു. അയാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി അന്നും ഉള്ള ആളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അയാൾ ഗവൺമെൻറ് പെൻഷൻ ഹോൾഡറാണ്. PK തിലകൻ എന്നാണ് പേര്. അയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, പരസ്യമായിട്ട് പ്രവർത്തകനാണ്. ഒരു ദിവസം ഒരു 50 വീട്ടിലൊക്കെ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾ വികലാംഗനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് വെച്ചിട്ട് രാഷ്ട്രീയത്തിൻ്റെയും വികലാംഗത്വ സർട്ടിഫിക്കറ്റിൻ്റെയും പേരിൽ അയാൾ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് വർഷങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഇയാൾക്ക് ഒരു കാലിലെ ഒരു വിരളിന് കെറിവുണ്ട്. അയാൾ നടന്നു പോണ ചിത്രം ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേസുമായി സുപ്രീം കോടതി വരെ പോകാനും തയ്യാറാണ്. അതുകൊണ്ടാണ് അയാളുടെ ആ കാല് വികലാംഗത്വമുള്ള കാലല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ തിലകൻ ഇപ്പോൾ ആദ്യത്തെ വസ്തു ഭാര്യയുടെ പേരിൽ പട്ടയം പതിച്ചെടുത്തിട്ട് ഭർത്താവിൻ്റെ പേരിൽ ധനനിശ്ചയം നടത്തി മറിച്ച് വിറ്റ് ലക്ഷങ്ങളുണ്ടാക്കി. ശേഷം ഇനിയുള്ള സ്ഥലം അയാൾ മൊത്തം കയ്യേറുന്ന ശ്രമം നടക്കുമ്പോൾ ഞാൻ 2016 ബഹുമാനപ്പെട്ട ലോകായുക്ത കോടതിയിൽ പരാതി കൊടുത്തു. സർക്കാർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഒന്നുകിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണ്, അതിന് വിനിയോഗിക്കണം. അല്ലെങ്കിൽ BSNLൻ്റെ ഓഫീസ് വാടക കെട്ടിടത്തിലാണ് ശ്രീകാര്യത്ത്. പിന്നെ KSCB വാടക കെട്ടിടത്തിലാണ്, അതിനൊക്കെ വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ട്രൈബ്യൂണൽ കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും ലോകായുക്തയിലും ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ കഷ്ടപ്പെടുന്ന വെള്ളപ്പണം തന്നെയാണ് എടുത്ത് വിനിയോഗിച്ചിട്ട് ഒരു നല്ല കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്തത്. അപ്പോൾ ട്രൈബ്യൂണൽ കോടതി ഓർഡർ ഇട്ടത് ഈ സ്ഥലം ഇനിയുള്ള സ്ഥലത്തിൽ അയാൾക്ക് ഏതെങ്കിലും സ്ഥലം ഇപ്പോൾ കളക്ടർ പതിച്ചു കൊടുക്കേ, അല്ലെങ്കിൽ ഇനി CPIയിലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി, റവന്യൂ മന്ത്രിയായി വരുന്നവർ പതിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ ഒരു അർത്ഥത്തിൽ എന്ന് വെച്ചാൽ അയാൾക്ക് സ്ഥലം സ്വന്തമായി കിട്ടുകയാണെങ്കിൽ ആ പറയണ സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് അയാൾ യാതൊരുവിധ കയ്യേറ്റവും ചെയ്യാനോ നിർമ്മാണം ചെയ്യാനോ പാടില്ലാത്തതാണ്. അപ്പോൾ ട്രൈബ്യൂണൽ കോടതിയുടെ ഓർഡറിനെ ലംഘിച്ചും കൊണ്ട് അയാൾ സർക്കാർ അവധി ദിവസങ്ങളിൽ അയാൾക്ക് തോന്നണ നേരത്തെയല്ല നിർമ്മാണം നടത്തും. അതിന് ഒരു 10-12 തൊഴിലാളികളെയാണ് കട്ടയ്ക്ക് കൊണ്ട് ഇറക്കിയിട്ട് ചറവറ പണി ചെയ്യിക്കും. പക്ഷേ ഞങ്ങൾ അവിടെ 3 സ്ത്രീകൾ 3ആയിട്ട് കേസ് നടത്തുന്നുണ്ട്. ഒരു ചന്ദ്രിക എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട സ്ത്രീ, അവർ നിർധനരായ സ്ത്രീയാണ്. ആ സ്ത്രീ പരാതി കൊടുത്തു. അവരുടെ ഒരു പ്രമാണത്തിൽ പറയുന്ന ഭൂമി തന്നെ ഈ കയ്യേറ്റത്തിൽ കൂടെ അയാളെ കയ്യിലായി. അപ്പോൾ ആ സ്ത്രീ നീതി തേടി നടന്നിട്ട് അവർക്ക് ഒരിക്കലും നീതി കിട്ടണില്ല, അതാണ് സത്യം. പിന്നെ അതിൻ്റെ അടുത്ത് എനിക്കൊരു 7 സെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇയാളെ ശല്യം കാരണമാണ് വിറ്റ ശേഷം അവിടെ ഒരു 5 സെൻറ്റ് പുറമ്പോക്ക് എനിക്ക് തന്ന വസ്തുക്കാരൻ്റെ കസ്റ്റഡിയിലിരുന്നു. ആ വസ്തു ഇയാൾ JCB വെച്ചൊക്കെ ഇടിച്ച് മറിച്ചിട്ടു. അപ്പോൾ പ്രകൃതിക്ഷോഭത്തിൻ്റെ മഴ വന്നപ്പം ആ ഒരു ഏതുമില്ല അതങ്ങ് മറിഞ്ഞ് വീണു. അപ്പോൾ 5 സെൻറ്റ് കൂടെ അയാൾക്ക് കയ്യിലായി. പോട്ടെ, എനിക്കിപ്പോൾ ആ സ്വത്ത് കിട്ടി എൻ്റെ സന്താനങ്ങൾക്കൊന്നും ആവശ്യമില്ല. പക്ഷെ ആ സ്വത്ത് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കിട്ടിയാൽ ഒന്നുമില്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് 1.5 സെൻറ്റ് വെച്ച് അവിടെ നിന്ന് മുറിച്ച് കൊടുക്കട്ടെ. കാരണം 10 ലക്ഷം രൂപയൊക്കെ സെൻറ്റിന് വിലയുള്ള സ്ഥലമാണ്. പോങ്ങുമൂട് ഉദ്ദേശം 50 മീറ്റർ ഡിസ്റ്റൻസേ വരത്തുള്ളൂ ജംഗ്ഷനിൽ നിന്ന് ജനശക്തി ചന്ത ഇരിക്കുന്ന സ്ഥലം. ചന്തക്കാരെയൊക്കെ ഓട്ടിച്ച് അയാൾ വസ്തുവെല്ലാം അയാൾ അപ്പൻ്റെ പോലെ സ്വന്തമാക്കി. അതിന് നമ്മളെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരിലും പലരും സപ്പോർട്ടാണ്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അഴിമതിക്ക് കട്ടയ്ക്കാണ് ആളുകൾ കൂട്ടുനിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത് ബാക്കി സ്ഥലം അംഗൻവാടിക്ക് വരുത്തി. അതെൻ്റെയും കൂടെ ശ്രമത്തിൽ തന്നെ ഉള്ളൂർ സോണൽ ഓഫീസിൽ AE ഷെഫീഖ് ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, മാഡം ഞങ്ങൾ അംഗൻവാടിക്കും വേറൊരു കാര്യത്തിനും കൂടെ ഓരോ പ്ലോട്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ്, ശരി നിങ്ങൾ നല്ല കാര്യം ചെയ്യും, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും അംഗൻവാടിക്ക് ഒരു ഉദ്ദേശം 10 സെൻറ്റ് അങ്ങ് എടുത്തു. പിന്നെ ഒരു പ്ലോട്ട് മതിൽ കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ് ഏറ്റെടുത്തതിന് തുല്യം തന്നെയാണ്. ഇനി ഒരു 25 സെൻറ്റ് മിച്ച ഭൂമി കിടക്കണം.
ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിരിക്കണ ഇന്നത്തെ സിറ്റി കമ്മീഷണർ അദ്ദേഹം ഗവൺമെൻറ്റിന് എഴുതി ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് ഈ ഏരിയയിൽ എവിടെയെങ്കിലും കുറച്ച് പുറംപോക്ക് സ്ഥലമുണ്ടെങ്കിൽ അത് അനുവദിച്ച് തന്നാൽ ഉപകാരമാണെന്ന്. പക്ഷേ സർക്കാർ ഏതെല്ലാം സർക്കാരാണെന്ന് എനിക്കറിയത്തില്ല, കോൺഗ്രസ്സാ കമ്മ്യൂണിസ്റ്റാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം വർത്തമാനത്തിൽ പറഞ്ഞു ഞാൻ ഗവൺമെൻറ്റിന് എഴുതി, എന്നിട്ട് മറുപടി വന്നത് തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഏരിയയിലൊന്നും പുറംപോക്ക് സ്ഥലം ഇല്ല എന്ന് വെച്ചാൽ ഈ പുറംപോക്ക് സ്ഥലം ഉണ്ട് എന്ന് 100% രേഖ കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 1% നമ്മൾ തോക്കത്തുമില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള രേഖകളുണ്ട്. അങ്ങനെ ആ സ്ഥലം ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ എടുത്താൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിക്ക് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ വെരി പൂർ പീപ്പിൾസിന് മുറിച്ച് കൊടുക്കട്ടെ ആ സ്ഥലം, എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പം ഇനി ഒരു 25 സെൻറ്റ് മിച്ചമുണ്ട്. ആ 25 സെൻറ്റ് സ്ഥലത്ത് ഈ തിലകൻ ഒരു ടെറസ് ബിൽഡിങ് കെട്ടുന്നു. ഒരു ഓല ഷെഡ് അവിടെ ഇരുന്നതിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കൊണ്ടുവച്ച് നൈറ്റും ഇത് നഗരസഭ പ്രവർത്തനം ഇല്ലാത്ത സമയത്തും പിന്നെ ചില ദിവസം നഗരസഭ ഉള്ള സമയത്തും ആരെയും വകവയ്ക്കാതെ തിലകൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഓല ഷെഡിലെ വീടിനെ പരത്തി ഭൂമിയിലെ കുറേ ഭാഗം കൈക്കലാക്കി. രണ്ടാമത് ഇരുമ്പിലെ ഒരു പെര ഇപ്പം 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് നടുക്ക് കുറച്ച് സ്പേസ് ഒഴിഞ്ഞു കിടന്ന് അവിടെ ഒരു ഇരുമ്പിൻ്റെ വീട് വെച്ചു. ഇതെല്ലാം 2 വീക്സേ ആയുള്ളൂ. അത് കഴിഞ്ഞ് ടെറസ് ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇന്ന കാലത്ത് റൂഫ് വർക്ക് ചെയ്യുന്നു. ഇരുമ്പ് വെച്ച് വേഗം റൂഫ് ഇടാം, ഓണത്തിന് മുമ്പ് അവന് പാല് കാച്ചണം, അവൻ ചെയ്യുമെന്നുള്ള വാശിയിലാണ്. പക്ഷേ നഗരസഭ കല്ലുപോലെ ഇരുന്നു. പിന്നെ ഞാൻ വിജിലൻസിലേക്ക് കൊണ്ടുവന്ന് PMGയിൽ കേസ് ഫയൽ ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കണത് പോയിന്റുകൾ ചെയ്ത് എല്ലാ രേഖകളും ഹാജരാക്കി. അപ്പോൾ നഗരസഭാ സെക്രട്ടറിയും ലീഗൽ അഡ്വൈസറായിട്ടിരിക്കണ ജഹാംഗീറും പിന്നെ വേറൊരാളുണ്ട് ജഹാംഗീറും പിന്നെ വിജയചന്ദ്രൻ നായരും, ഇവർ 2 പേരും കൂടെയാണ് പൂർണ്ണമായിട്ടും കള്ളത്തരത്തിന് ഒത്താശ ചെയ്ത. അപ്പോൾ കീഴുദ്യോഗസ്ഥർക്ക് ഇവർക്കെതിരെ ഒന്ന് ചെയ്യാൻ ഭയമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളൂർ സോണൽ ഓഫീസ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ കട്ടയ്ക്ക് കള്ളം ചെയ്തു. ഒരു നേതാവ് സോറിയാസൊക്കെ പിടിച്ചിട്ടും ദൈവഭയം ഇല്ലാത്ത ഒരു നേതാവ് കൗൺസിലർ, ആ കൗൺസിലർ കട്ടയ്ക്ക് കൈക്കൂലി കാലത്തോട്ട് രാത്രി വരെ വാങ്ങണവരാണെന്ന് ഞങ്ങളെ നാട്ടിൽ ജനങ്ങൾ അത്രയും പറയണം. ആ മനുഷ്യൻ്റെ ഒത്താശയോടുകൂടി അവിടെ നിർമ്മാണം ടെറസ് ബിൽഡിങ്ങിൻ്റെ നടക്കണം. കഷ്ടമാണ് ഇങ്ങനെ ഇത്രയ്ക്ക് നമ്മളെ നാടിനെ വിറ്റ് കാശാക്കണത് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പം 10 മണിക്ക് ശേഷം മെഡിക്കൽ കോളേജ് സർക്കിളിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനില്ലായിരുന്നു. അവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് 112 വിളിച്ച് ഒരു 6 മാസം കൊണ്ട് കൂടെ പോലീസിനെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ 112 വിളിക്കുമ്പോൾ പോലീസ് ചെല്ലുന്നു, നിങ്ങൾ നിർത്തിവെക്കുമെന്ന് പറയും, നിർത്തി വെപ്പിച്ചിട്ട് പോവും. അവർ പോയ ശേഷം ബാക്കി ചെയ്യും. അങ്ങനെ ഞങ്ങൾ കണ്ടു മടുത്ത്. ഭരണാധികാരിയൊക്കെ പുല്ലുവില കൽപ്പിച്ചും കൊണ്ട് തിലകൻ എല്ലാ കുറ്റകൃത്യവും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഇരിക്കുന്നു. ഇന്ന് കാലത്ത് ഒരു 4 ദിവസം മുമ്പ് മെഡിക്കൽ കോളേജ് സർക്കിള് ഷാബി പറഞ്ഞു, കൺട്രോൾമെൻറ്റിൽ നിന്ന് അങ്ങോട്ട് വന്ന ആളാണ് ഷാബി. CI പറഞ്ഞു പെട്ടെന്ന് മേഡം ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കൊണ്ട് തരൂ, അല്ലാതെ ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ നോക്കണ ഉദ്യോഗസ്ഥർക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ കുറേ സത്യമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അതെന്ന് വെച്ചാൽ അവർ തരാൻ എന്തുമാത്രം മടിക്കുമെന്നറിയാം. സ്റ്റോപ്പ് മെമ്മോ ഞങ്ങൾ വരച്ച് വാങ്ങും പോലെ നിന്നാണ് വാങ്ങിയ. അതുകൊണ്ട് CIയിലെ കൊടുത്തിട്ട് 5 ദിവസമായി. CI അനങ്ങിയില്ല. പക്ഷേ ഇന്ന് കാലത്ത് അനങ്ങി. അവിടെ ചെന്ന് ഇപ്പോൾ 10:30 മണിക്ക് പണി നിർത്തി വെപ്പിച്ചു. ഇന്ന് നിർത്തിവെച്ചെങ്കിലും നാളെ തുടങ്ങും. അതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും ഹാജരാകാൻ കഴിയാത്തവരും എല്ലാ പേരും ഈ വിഷയത്തിൽ താല്പര്യം എടുക്കണം. താല്പര്യം എടുത്തിട്ട് നമുക്കതൊരു വലിയ വാർത്താ പ്രാധാന്യം വരണം. ഞാൻ ഇന്ന് രാത്രി ലണ്ടനിൽ പോയിട്ട് ഞാൻ 25-ാം തീയതി വരും. വന്ന ശേഷം ഞാൻ വിജിലൻസ് ജഡ്ജിയുടെ മുമ്പ് ഈ കേസ് ഫയൽ ചെയ്യും. കാരണം ഇതിൽ 100% കള്ളമാണ്. കാരണം തിലകൻ ഗവൺമെൻറ് പെൻഷൻ ഹോൾഡർ, തിലകൻ്റെ മൂത്ത മോൻ ജയൻ BSSC എംപ്ലോയി, അത് കഴിഞ്ഞ് 3ാമത്തെ മകൻ PWD ഉദ്യോഗസ്ഥൻ, മകള് മെഡിക്കൽ കോളേജ് ഇളങ്കാവിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് 2 മെഡിക്കൽ സ്റ്റോർ നടത്തണ ഉടമ. അത്യാവശ്യത്തിന് സാമ്പത്തിക ഭദ്രത നന്നായിട്ടുണ്ട് തിലകനും കുടുംബത്തിനും.
അവർ ഓല കെട്ടിടം അങ്ങോട്ട് വെച്ച് കുറേ ഓല വെച്ച് പരത്തി കെട്ടി വെരി പൂർ പീപ്പിൾസിൻ്റെ ആക്ഷൻ എടുക്കുന്നു. ആരൊക്കെ ഭരിക്കുന്നവരെല്ലാവരും കൂടെ അവരെ സഹായിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒന്ന് ചെയ്യാൻ പറ്റും, നന്നായിട്ടൊരു വാർത്താ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു.